കേരളത്തിലെ CPM പാർട്ടി BJPക്ക് അടിമവേല ചെയ്യുന്നൊരു പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കേരളത്തിൽ മതേതര മനസ്സുകളെ യോജിപ്പിക്കാനും അവരെ മുൻപോട്ട് നയിക്കാനും കഴിയുന്ന ഒരേ ഒരു വൺ ആൻഡ് ഓൺലി പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ് ആണ്. രണ്ടാം പിണറായി സർക്കാർ ജനപ്രതിനിധിയുടെ സൃഷ്ടിയല്ല, അത് കോവിഡ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ജനങ്ങൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്ത ഒരു വോട്ടാണ്. BJP കേരളത്തിൽ സത്യത്തിൽ ഒരു ഉടഞ്ഞ ശംഖ് പോലെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു തകർന്ന ഒരു 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 വീടാണ് BJP എന്ന് പറയുന്നത്. നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളായ KPCC ജനറൽ സെക്രട്ടറിയായ പഴകുളം മധുവാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. നമസ്കാരം സർ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് വലിയ വിജയമുണ്ട്. പക്ഷേ ആ വിജയത്തോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഒരു BJP ഡീല് നടന്നു, BJP വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് മാറുന്നു എന്ന വലിയൊരു ആരോപണങ്ങളെല്ലാം വരുന്നുണ്ട്. ആ ആരോപണങ്ങൾ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? അതുപോലൊരു വങ്കത്തരം ഈ സമീപകാലത്ത് ആരും ഉന്നയിച്ചിട്ടില്ല. കേരളത്തിൽ CPMഉം BJPയും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നിരിക്കുന്ന സാഹചര്യമാണ്. അത് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പോലും അത് വ്യക്തമായി കഴിഞ്ഞൊരു സാഹചര്യമാണ്. കേരളത്തിലെ CPM പാർട്ടി BJPക്ക് അടിമവേല ചെയ്യുന്നൊരു പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കേരളത്തിൽ. പാലക്കാട് BJPക്ക് കൊടുക്കുക, അവരെ ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു CPMൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവരുടെ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാതെ കോൺഗ്രസ് വിമതനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം അതാണ്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ എത്രയോ കാലമായി രണ്ടാം സ്ഥാനത്ത് വരുന്ന BJP ആണ് പാലക്കാട്. CPM ഇടതുപക്ഷവും മൂന്നാം സ്ഥാനത്താണ്. അവർക്കൊരു വിന്നബിലിറ്റി ഇല്ലാത്തൊരു സീറ്റിൽ അവർ BJPയെ ജയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രവും അവിടെ പയറ്റുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ചില പത്രങ്ങളിൽ വന്ന കോൺഗ്രസിനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നു, വർഗീയമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള അവരുടെ പരിശ്രമം, നമ്മുടെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കാനുള്ള പരിശ്രമം, ഇതെല്ലാം ഒരു BJP ഡീൽ, BJP ബന്ധം CPMന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ പാലക്കാട് അവർക്കൊരു പ്രസക്തിയില്ല. അവരെന്താ ചെയ്യേണ്ടത്? സത്യത്തിൽ കേരളം ഒരു മതേതര സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കേണ്ടത് ആ ഒരു രാഷ്ട്രീയമാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അവർക്കൊരു വിജയസാധ്യതയുമില്ലാത്ത പാലക്കാട് BJPയെ പരാജയപ്പെടുത്താനുള്ള തന്ത്രമാണ് ആവിഷ്കരിക്കേണ്ടത്. ആ തന്ത്രം അവർ ആവിഷ്കരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അവർക്ക് അവരുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള കേസുകൾ, അല്ലെങ്കിൽ BJP നേതാക്കന്മാരുടെ അദ്ദേഹത്തിനുള്ള ബന്ധം, CPMലെ വിവിധ നേതാക്കന്മാർക്ക് BJPയുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് BJPക്ക് CPMനെ വിരട്ടി നിർത്താനുള്ള ശേഷിയുണ്ടെന്നാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ BJPയുടെ തന്നെ ഒരു സമുന്നതനായ നേതാവ് കോൺഗ്രസിലേക്ക് വരുന്നു. അപ്പോൾ BJP ഒന്നടങ്കം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവരുടെ സർവ്വശക്തിയും എടുത്ത് അതിനുവേണ്ടി പോരാടുന്നു. ആ ചിത്രമല്ല നമ്മളിവിടെ കണ്ടത്. കേരളത്തിലെ എല്ലായിടത്തും BJP CPM സഖ്യമല്ലേ ഉള്ളത്? കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ, കണ്ണൂരിൽ അവർ സെറ്റിൽ ചെയ്തില്ലേ എല്ലാ കാര്യങ്ങളിലും? അതിനിടതുള്ളത് ആരാണെന്ന് നമുക്കറിയാമല്ലോ. എന്താണ് CPMനെ ഇന്ന് നയിക്കുന്ന നേതാക്കന്മാരെ BJP പാളയത്തിലേക്ക് അടുപ്പിക്കാനുള്ള കാരണവും നമുക്കറിയാമല്ലോ. അവർക്കെതിരായുള്ള കേസുകൾ, അവരുടെ കുടുംബത്തിനെതിരായുള്ള കേസുകൾ. അപ്പം BJP കോൺഗ്രസ് സഖ്യം എന്ന് പറഞ്ഞാൽ ആ ആരോപണമേശില്ല. സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയ കാർഡാണ് CPM എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം അതാണ്. അവർ ന്യൂനപക്ഷത്തെ പാടെ വിട്ടു. ഇനി കേരളത്തിലെ മതേതര രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാകാൻ CPMന് കഴിയില്ല. ന്യൂനപക്ഷങ്ങളെ സ്വാധീനിച്ച് കൂടെ നിർത്താൻ കഴിയില്ല. അവർ അതിൽ പരാജയപ്പെട്ടു. അപ്പം ഓവർനൈറ്റായിട്ട് അവർ അടുത്ത കാർഡ് ഇറക്കി, ഭൂരിപക്ഷ കാർഡ്. അതുകൊണ്ട് അവർ BJP പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് സത്യത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും BJPയുടെ തന്നെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായ ശോഭാ സുരേന്ദ്രൻ പോലും യഥാർത്ഥത്തിൽ പാലക്കാട് BJPയും കോൺഗ്രസും തമ്മിലൊരു ഡീലുണ്ടെന്നും അത്തരമൊരു ചർച്ച നടന്നെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് നേരിട്ട് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡീലില്ല എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും ആ പരാതി അവിടെ നിൽക്കുന്നില്ലേ? അതൊരു ഘടകം തന്നെയല്ലേ, ഒരു വസ്തുത തന്നെയല്ലേ അത്? ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞൊന്നും കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന്, എന്തോ ഒരു കുഴപ്പമില്ലാത്തതുണ്ട്. അപ്പോൾ അവരുടെ തല തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവർ BJPക്കകത്ത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പല ഉരുണ്ടുകളിൽ നടത്തിയിട്ടുണ്ട്. അവർക്ക് അവിടെ സ്ഥാനാർത്ഥിയാകണം. അപ്പോൾ അതിന് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ സ്ഥാനാർത്ഥിയാകാനും ബി ജെ പിക്കകത്തുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സ് അവർ തമ്മിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യമായിട്ട് നമുക്കതിനെ നോക്കേണ്ടതായിട്ടുള്ളൂ. അവർ കാണുന്നതെല്ലാം സി പി എം നേതാക്കന്മാരെയല്ലേ. ഇ പി ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി, നിരവധി തവണ ചർച്ച നടത്തി, ഇ പിയെ പാർട്ടി കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് ശോഭാ സുരേന്ദ്രനല്ലേ. ശോഭാ സുരേന്ദ്രൻ ഒരു ലൈസൻസും ഇല്ലാതെ വർത്തമാനം പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ആരും അത്ര ഗൗനിക്കത്തില്ല, ആരും അത് ഗൗരവത്തിലെടുക്കില്ല എന്നുള്ളതാണ് സത്യം. സർ, പിന്നെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ്, സന്ദീപ് വാര്യർക്ക് ശേഷം മറ്റ് പല പ്രമുഖ ബി ജെ പി നേതാക്കളും കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ ശക്തമായി നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് അവരെ സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും ഒരു നീക്കം, അല്ലെങ്കിൽ അഥവാ കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതേ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്നത് കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ്. സ്വാഭാവികമായും കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷ നിലപാടുകൾ പിന്തുടരുന്ന നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ, അത്തരത്തിലുള്ള നേതാക്കളുടെ അതിപ്രസരം കേരളത്തിലെ കോൺഗ്രസിലുണ്ടാകുമ്പോൾ അത് എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ സ്വാധീനിക്കുക? എങ്ങനെയായിരിക്കും കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അത് സ്വാധീനിക്കുക? സന്ദീപ് വാര്യർ ബി ജെ പിയുടെ ഒരു മുൻനിര പോരാളിയായിരുന്നു കേരളത്തിൽ. അത്തരം ഒരാൾ ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത്ര കാലവും താൻ പ്രചരിപ്പിച്ച പ്രൊഫസ് ചെയ്ത രാഷ്ട്രീയം തെറ്റായിരുന്നു, അവർ തനി വർഗീയതയാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം, അവരുടെ ഗവൺമെൻറ് കേരളത്തിൽ ഇന്ത്യയിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിയായ നിലപാടെടുത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് വലിയ മെസ്സേജാണ്, ഞങ്ങളതിനെ സ്വീകരിക്കും. അങ്ങനെ തെറ്റുതിരുത്തുന്ന ആർക്കും കോൺഗ്രസിലേക്ക് വരാം, ഏത് ഉന്നത നേതാവിനും വരാം. ബി ജെ പിയുടെ അവരുടെ രാഷ്ട്രീയത്തെ തള്ളി പറയണം, അവരുടെ വർഗീയ അജണ്ട തെറ്റാണെന്ന് പറയണം. ആ നിലപാട് സ്വീകരിക്കുന്ന ഏതൊരാൾക്കും സത്യത്തിൽ ഇനി സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. ബി ജെ പി കേരളത്തിൽ സത്യത്തിൽ ഒരു ഉടഞ്ഞ ശംഖ് പോലെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു തകർന്ന ഒരു 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 വീടാണ് ബി ജെ പി എന്ന് പറയുന്നത്. അവർക്ക് ഒരു രംഗത്ത് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിൽ വർഗീയത പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ ബി ജെ പി അവരുടെ കഴിവിൻ്റെ 18 അടവും കേന്ദ്ര നേതാക്കന്മാർ ഇവിടെ വന്ന് നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും കേരളത്തിൽ ഏശാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ മനസ്സ് മതേതര മനസ്സാണ്. ബി ജെ പി കേന്ദ്ര ഭരണം കൊണ്ട് കേരളത്തിൽ കുറേ ആൾക്കാരെ, കേരള കമ്മ്യൂണിറ്റികളെയൊക്കെ സ്വാധീനിക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളൊന്നും വിജയിക്കില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ തിന്മയ്ക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ആദ്യത്തെ കണ്ണിയാണ്. അതിനും തുടരും. അതൊരു തുടർക്കഥയായി കേരളത്തിൽ സംഭവിക്കും. ആ ഒഴുക്ക് ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് പോയിക്കൊണ്ടിരുന്ന രീതി മാറി, അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന രീതി മാറി നേരെ ബി ജെ പി വർഗീയ കക്ഷിയാണെന്ന് പരസ്യമായി തുറന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ അവരുടെ എണ്ണം കൂടും. അവർ കോൺഗ്രസിലേക്കേ വരികയുള്ളൂ. അത് സംഭവിക്കും. ശോഭാ സുരേന്ദ്രൻ വരട്ടെ, അവർ തള്ളിപ്പറയണം. ബി ജെ പിയുടെ ഏത് ഉന്നത നേതാവും വരട്ടെ, അവർ ഇതുവരെ പ്രചരിപ്പിച്ച രാഷ്ട്രീയത്തെ തള്ളിപ്പറയാനും അത് തെറ്റാണെന്ന് ആത്മാർത്ഥമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കാനും കഴിയുന്ന ഏത് നേതാവിനെയും കോൺഗ്രസിൽ സ്വീകരിക്കാൻ ഒരു മടിയുമില്ല. ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് വർഗീയതയാണ്, സംഘപരിവാർ മുൻപോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയമാണ്. ആ വർഗീയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ ഏതവസരവും ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പ്രൊഫസ് ചെയ്യുന്ന രാഷ്ട്രീയം അതാണ്. ആ പൊളിറ്റിക്സാണ് കോൺഗ്രസിനുള്ളത്. സർ, മറ്റൊരു ഘടകം സർ പറയുന്ന സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള അടവ് നയങ്ങളെക്കുറിച്ചാണ്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് 2021 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ചരിത്ര വിജയം നേടാൻ സാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുന്നതിന് പുറകിൽ ഒരു സഹതാപ തരംഗമാണ് എന്ന് പറയുന്ന വലിയൊരു ആരോപണം സി പി എം ഉയർത്തുന്നുണ്ട്. അതുകൂടാതെ പാലക്കാട് മാത്രമാണ് വ്യത്യസ്തമായൊരു ആരോപണം വരുന്നത്, അതൊരു ബി ജെ പി ഡീലിലേക്ക് പോകുന്നു. പക്ഷേ അതേസമയം തന്നെ പുതുപ്പള്ളിയിലാണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും സഹതാപ തരംഗമാണ് കോൺഗ്രസ് വോട്ടാക്കി മാറ്റുന്നത്. ഇത് കോൺഗ്രസിൻ്റെ സ്ഥിരമായുള്ളൊരു സ്വഭാവമാണ്, സവിശേഷതയാണ് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ആരോപണം. ആ ആരോപണം എത്രമാത്രം ശരിയാണ്? കോൺഗ്രസിന് മൃദുഹിന്ദുത്വ എന്ന് ആരോപിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി സി പി എം പാർട്ടിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ചില ഇടതുപക്ഷക്കാരുമാണ്. അവർ മാത്രമാണ് ഈ ദുരാരോപണം കോൺഗ്രസിനെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ കോൺഗ്രസ് എക്കാലവും സെക്യുലർ നിലപാടിൽ നിന്ന് ഒരു അടി പോലും പിന്നോട്ട് പോവുകയോ അതിൽ വെള്ളം ചേർക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. കോൺഗ്രസ്സിന് മാത്രമേ സെക്യുലറിസത്തെ, മതേതര മനസ്സുകളെ യോജിപ്പിക്കാനും അവരെ മുൻപോട്ട് നയിക്കാനും കഴിയുന്ന ഒരേ ഒരു വൺ ആൻഡ് ഓൺലി പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ് ആണ്. ഇത് പണ്ട് പറഞ്ഞ അത്രയും ശബ്ദത്തിൽ ഉറക്കെ ഇപ്പോൾ സി പി എം പറയുന്നില്ല. പണ്ടവർ പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ്. എന്നാൽ
പിൽക്കാലത്ത് കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യയിൽ മതേതരത്വം ഇല്ല എന്ന് തിരിച്ചറിയാൻ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വരെ തയ്യാറായിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ CPM നിന്ന് പഴയ്ക്കാൻ വേണ്ടി അവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അവർക്ക് അവരുടെ നേതാവ് പിണറായി വിജയൻ കാണിക്കുന്ന വർഗീയ ബാന്ധവത്തിന് ഒരു മറ വേണം. അവരങ്ങനെയാണ്, കാപട്യമാണ്, കബളിപ്പിക്കലാണ് CPM എല്ലാ കാര്യത്തിലും ഉള്ളത്. അവരൊന്ന് ചെയ്യും, മറ്റൊന്ന് പറയും. അവർ പറയുന്ന ഒരിക്കലും ശരിയല്ല, സത്യസന്ധമല്ല. സത്യസന്ധത രാഷ്ട്രീയത്തിൽ ഒരു അനിവാര്യമായ ഘടകമാണെന്ന് ചിന്തിക്കുന്ന പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അവർക്ക് അടവ് നയങ്ങളും കപട മുദ്രാവാക്യങ്ങളും മാത്രമാണ് എക്കാലത്തും അവരെ മുൻപോട്ട് നയിച്ചിട്ടുള്ളത്. അപ്പം മൃദുഹിന്ദുത്വ എന്നുള്ളത് കോൺഗ്രസ്സിനേരെ കേരളത്തിൽ മാത്രം ഉയർന്നു വരുന്ന ഒരു ആരോപണമാണ്. ഇപ്പോൾ താങ്കൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഇവിടെ ഒരു സന്ദീപ് വാര്യർ വന്നു എന്നത് മാത്രമാണ്. എത്ര നേതാക്കന്മാരാണ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP പാർലമെൻറ്റ് കോൺഗ്രസ്സിലേക്ക് വരുന്നത്? എത്ര പേർ വരുന്നുണ്ട്? എത്ര രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ്സിലേക്ക് വരുന്നുണ്ട്? ഇത് കേരളത്തിൽ മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത്. അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നുള്ളതാണ് സത്യം. അപ്പം ശോഭാ സുരേന്ദ്രൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേതൊരു നേതാവായിക്കൊള്ളട്ടെ, അവർക്കെല്ലാവർക്കും BJP എന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ കേരളത്തിൽ അത് വിളയില്ല, ആ വിളവുള്ള ഭൂമിയല്ല കേരളത്തിൽ തിരിച്ചറിഞ്ഞാൽ അവർക്കൊക്കെ അവരുടെ രാഷ്ട്രീയ നിലപാട് മാറ്റേണ്ടി വരും. ആ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. എന്തിനാണ് സ്വീകരിക്കുന്നത്? അത് മൃദുഹിന്ദുത്വ എന്നുള്ള ഞങ്ങൾക്കെതിരായിട്ടുള്ള CPM ഉയർത്തുന്ന ദുർബലമായ ആരോപണത്തെ ശക്തിപ്പെടുത്താനല്ല, വർഗീയ ശക്തികളുടെ സ്വാധീനത്തെ കുറയ്ക്കാൻ വേണ്ടിയാണ്. അവരുടെ ശക്തി കുറയ്ക്കുക, അവരുടെ സ്വാധീനം ഇല്ലാതാക്കുക, അവരുടെ ഈ ദുഷ്പ്രചാരണത്തിൻ്റെ തോത് കുറയ്ക്കുക. അങ്ങനെ ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്തുക. അതിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു തുടർച്ച ഉണ്ടാകും, ഒരു സംശയക്കാര്യത്തിലല്ല. പാലക്കാട് ഒരുപാട് BJP വോട്ടുകൾ കോൺഗ്രസിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ശക്തമായി നിൽക്കുന്നുണ്ട്. ആ ആരോപണത്തിന് എന്താണ് പ്രസക്തി? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അത് ചേലക്കരയിൽ പ്രാവർത്തികമാകാതിരുന്നത്? അതൊരു സത്യത്തിൽ എന്താ അടിസ്ഥാനമുള്ളതിനകത്ത്? ഞങ്ങൾ എല്ലാ ഇലക്ഷൻ ജയിക്കുകയല്ലേ. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലം 18ലും UDF ജയിച്ചു. എവിടെയാണ് സഹതാപ തരംഗം? CPM പരാജയപ്പെടുന്നു, അവരെ ജനങ്ങൾ തള്ളിക്കളയുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ തന്നെ ആലോചിച്ച് നോക്കൂ. പാലക്കാട് ഞങ്ങൾ ജയിച്ചു, എവിടെയാണ് സഹതാപ തരംഗം? നെയ്യാറ്റിൻകര ഞങ്ങൾ ജയിച്ചു, എവിടെയാണ് സഹതാപ തരംഗം? അരൂർ ഞങ്ങൾ ജയിച്ചു, ബൈ ഇലക്ഷൻ, എവിടെയാണ് സഹതാപ തരംഗം? അപ്പം ഞങ്ങൾ ബൈ ഇലക്ഷൻ ജയിക്കുന്നത് ഭരണകക്ഷിയുടെ അഴിമതിയോടുള്ള അവരുടെ ചെയ്തികളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് മൂലമാണ് ഞങ്ങൾ ജയിക്കുന്നത്. അപ്പോൾ വയനാട് ജയിച്ചു, എന്ത് സഹതാപ തരംഗമാണുള്ള ബൈ ഇലക്ഷൻ അല്ലേ? ചേലക്കര പതിറ്റാണ്ടുകളായി CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ചേലക്കര. ആ ചേലക്കരയിൽ എത്ര 10,000 വോട്ടാണ് ഞങ്ങൾ കുറച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് കിട്ടിയ വോട്ടെത്ര? 2021 നിയമസഭാ ഇലക്ഷൻ കിട്ടിയ വോട്ടെത്ര? അത് എത്ര ഗണ്യമായി കുറഞ്ഞു. പാലക്കാട്ട് 12,000-ൽ 18,000+ വോട്ട് എന്നാ ഉണ്ടായിട്ടുള്ളത്? അത് സഹതാപ തരംഗമാണോ? അല്ലെങ്കിൽ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞൊരു വ്യക്തി കൊണ്ട് നോട്ടാണോ? സന്ദീപ് വാര്യരുടെ നിലപാട് കുറച്ച് വോട്ട് കൂട്ടുന്നവരുണ്ടാവും, ഒരു സംശയം വേണ്ട. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് പാലക്കാട്ടുണ്ടായതും ചേലക്കരയിൽ ഗണ്യമായ വോട്ട് CPM പാർട്ടിയുടെ കുറഞ്ഞതും. ശരിക്കും CPM പാർട്ടി എന്താ ചെയ്യുന്നത്? ചേലക്കരയിൽ അവരുടെ വോട്ട് കുറഞ്ഞു, എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അവർ ചേലക്കരയിൽ ഞങ്ങൾ ജയിച്ചു, അതുകൊണ്ട് ഇടത് വിരുദ്ധ തരംഗമില്ല, സർക്കാർ വിരുദ്ധ തരംഗമില്ല. ഇത് CPMൻ്റെ കള്ളപ്രചരണമാണ്, ആടിനെ പട്ടിയാക്കുന്ന പ്രചരണമാണ്. അവരുടെ 10,000-കണക്കിന് വോട്ട് കുറഞ്ഞു അല്ലെങ്കിൽ 1000-കണക്കിന് വോട്ട് കുറഞ്ഞു എന്ന യാഥാർത്ഥ്യം ജനങ്ങളിലെത്തും മുമ്പേ നുണയെ വിമാനം കയറ്റി വിടുകയാണ്, നുണ പ്രചരിപ്പിക്കുകയാണ് കേരളമെമ്പാടും. ഇപ്പോൾ പാലക്കാട് തന്നെ BJP ഡീല്, അപ്പോൾ മുസ്ലിം തീവ്രവാദ സംഘടനയുമായി കോൺഗ്രസിന് ഡീലുണ്ടെന്നുള്ള നുണപ്രചരണം ആദ്യമേ അഴിച്ചു വിടുകയാണ്. അത് വളരെ വേഗം സഞ്ചരിക്കും, നുണയാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. യാഥാർത്ഥ്യം പതുക്കെ പതുക്കെ വരികയുള്ളൂ. എത്ര നുണ പ്രചരിപ്പിച്ചിട്ട് എന്ത് കാര്യം? കേരളത്തിലെ CPM പാർട്ടിയുടെ ഭരണത്തിന് എന്തെങ്കിലും വില കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ജനസ്വീകാര്യത ഉണ്ടോ? മുഖ്യമന്ത്രി പാലക്കാട് പ്രസംഗിച്ചില്ലേ? എന്താ നേട്ടം ഉണ്ടായത്? താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ പിണറായി സർക്കാർ 8 വർഷങ്ങൾ പിന്നിടാൻ പോവുകയാണ്. അപ്പോൾ സർക്കാരിന് മേൽ ജനങ്ങൾക്ക് വിലയില്ല എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കുമോ? രണ്ടാം തവണ അധികാരത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല രണ്ടാം പിണറായി സർക്കാർ വന്നത്. കോവിഡിൻ്റെ ബാക്കിപത്രമാണ്. കോവിഡിൻ്റെ ബാക്കിപത്രം ധാരാളം രോഗങ്ങൾ പ്രചരിച്ച ആൾക്കാർ ധാരാളം മരിച്ചു പോകുന്നില്ലേ? ചെറുപ്പക്കാർ പോലും ഹൃദയാഘാതം മൂലം മരിച്ചു പോകുന്നില്ലേ? ജീവിത ശൈലി രോഗം മൂലം ആൾക്കാർക്ക് അപകടം ഉണ്ടാകുന്ന പോലെ തന്നെ ഈ കോവിഡ് അതിൻ്റെ ഒരു
ഒരു അനന്തരഫലമായി ഇത്രയും വരും. അതുപോലൊരു ദുരന്തമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. രണ്ടാം പിണറായി സർക്കാർ ജനപ്രതിനിധിയുടെ സൃഷ്ടിയല്ല, അത് കോവിഡ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ജനങ്ങൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്ത ഒരു വോട്ടാണ്. അതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, തുടർഭരണമുണ്ടായതിൻ്റെ കെടുതികൾ അനുഭവിച്ച ജനങ്ങൾ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും CPM പാർട്ടിക്ക് കൊടുക്കാൻ പോകുന്നത് കേരളത്തിൽ. നിസ്സംശയം 2026 കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിശക്തമായ തിരിച്ചുവരവായിരിക്കും കേരളത്തിലെ UDF ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു നേതാവിനെ മുൻനിർത്തി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നേരിടാറില്ല. താങ്കൾ പറയുന്നതനുസരിച്ച് 2026 അപ്പോൾ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് MLA-മാരായിരിക്കുമോ അതോ ഹൈക്കമാൻഡ് തീരുമാനമായിരിക്കുമോ? അല്ല, മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിന് കോൺഗ്രസിന് ഒരു രീതിയുണ്ട്. ഞങ്ങൾ ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം തേടും. പാർട്ടി നിലപാട് ഏത് രാഷ്ട്രീയമാണ് മുൻപോട്ട് വെക്കേണ്ടത് എന്ന് ഞങ്ങൾ പരിശോധിക്കും. പാർട്ടി ലീഡർഷിപ്പിൻ്റെ തീരുമാനവും അതിൽ നിർണായകമാണ്. ഏത് നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം, ഏത് നേതാവാണ് കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ കെൽപ്പുള്ള നേതാവ്, ഏത് നേതാവിനുള്ള കരുത്തുള്ളത്, കേരളത്തിലെ ജനങ്ങളെ നയിക്കാൻ കഴിവുള്ള ഒരു നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരും. UDF അങ്ങനെ നേതാവിനെ കണ്ടെത്തും, ആ നേതാവ് കേരളത്തെ നയിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കേണ്ടി വന്നത്? അന്നേരം MLA-മാരുടെ വാക്കുകളൊന്നും തന്നെ കണക്കിലെടുക്കുന്നില്ല, ഹൈക്കമാൻഡ് തീരുമാനം വരികയായിരുന്നു. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് MLA-മാരുടെ വാക്കുകളൊന്നും കണക്കിലെടുക്കാതെ പോയത്? അല്ലല്ല, അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. അന്ന് ഒരു വലിയ പരാജയം കേരളത്തിലുണ്ടായി. ആ പരാജയത്തിൻ്റെ ഫലമായി ഒരു തുടർഭരണം കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമാണ്, താങ്കൾ ചോദിച്ച പോലെ. അപ്പോൾ തുടർഭരണം ഉണ്ടായ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനകത്തൊരു സമൂലമായ മാറ്റം ആവശ്യമാണെന്ന് പാർട്ടി ലീഡർഷിപ്പ് മനസ്സിലാക്കി. ജനങ്ങളുടെ പൊതുവെയുള്ള ചിന്ത അങ്ങനെയായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു മാറ്റം അനിവാര്യമായിരുന്നു. അത് താങ്കൾ പറഞ്ഞ പോലെ MLA-മാരുടെ എണ്ണം എത്രയായിരുന്നു, അല്ല പാർട്ടി അതൊന്നും അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ലാത്ത കാര്യമാണ്. അവിടുന്ന് വന്ന ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകരും MLA-മാരും മാത്രം നടത്തിയ ഒരു ആശയവിനിമയമാണ്. അതിൻ്റെ സത്യാവസ്ഥ മറ്റാർക്കും അറിയില്ല. അപ്പോൾ ഇതെല്ലാം അഭ്യൂഹങ്ങളാണ്. അപ്പോൾ എന്തായാലും ആ സാഹചര്യത്തിൽ അത് ശരിയായ തീരുമാനമായിരുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച, അദ്ദേഹം ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എല്ലാമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. പക്ഷേ അദ്ദേഹം അറ്റൻഡ് ചെയ്ത എല്ലാ തെരഞ്ഞെടുപ്പുകളും വലിയ വിജയമുണ്ടാക്കാനായിട്ട് UDF-ന് സാധിക്കുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആരോപണം, ഒരു ഏകാധിപതിയായിട്ട് അദ്ദേഹം വളരുകയാണ്. ഒരു ഏകാധിപത്യ സ്വഭാവമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് എന്നതാണ്. രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അത് ഷാഫി പറമ്പിലിൻ്റെയും VD സതീശൻ്റെയും മാത്രം സ്ഥാനാർത്ഥിയാണ് രാഹുൽ മങ്കൂട്ടത്തിലെന്ന് കോൺഗ്രസിനുള്ളിലെ പ്രവർത്തകർ പോലും ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് രണ്ടുപേർ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, മത്സരിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ആ ആരോപണത്തിൽ എത്രമാത്രം വസ്തുതയുണ്ട്? ഞാൻ തങ്ങളോട് പറഞ്ഞല്ലോ, ഒരു വലിയ പരാജയം, ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തൊരു പരാജയം തുടർഭരണം കേരളത്തിൽ ഉണ്ടാകുന്നു. അതൊരു അവിസ്മരണീയമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചു കേരളത്തിൽ. അതിനൊരു മുൻകാല ചരിത്രമില്ല. അപ്പോൾ കേരളത്തിലെ പാർട്ടി അണികളെയും പാർട്ടിയെയും സജ്ജമാക്കുന്നതിന് കടുത്ത ചില തീരുമാനങ്ങൾ ആവശ്യമായി വന്നു. അത് MLA-മാരും പാർട്ടി ലീഡർഷിപ്പും എല്ലാം കൂടി എടുത്ത തീരുമാനമാണ്. രമേശ് ചെന്നിത്തലയും അത് കടിച്ചു തൂക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. അദ്ദേഹവും ആ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തല്ലോ. അദ്ദേഹം മാത്രമാണോ കുറ്റക്കാരെന്ന് ചോദിച്ചാൽ അതിലൊന്നും എനിക്ക് ഉത്തരവില്ല. എല്ലാ പാർട്ടി ഒന്നടങ്കം കുറ്റക്കാരാണ്. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്തൊരു പരാജയം ഉണ്ടായ സാഹചര്യത്തിൽ ആ ഒരു പാർട്ടിക്ക് അടുത്ത തീരുമാനം വേണ്ടി വന്നു. പാർട്ടി എടുത്തു, MLA-മാരുടെ അഭിപ്രായം തേടി പാർട്ടി ഒരു തീരുമാനം എടുത്തതുള്ളത്. കോൺഗ്രസിൽ ഒരു ചേരിതിരിവ് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. ഇപ്പോൾ ആദ്യമാണെങ്കിൽ ഐ ഗ്രൂപ്പ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു ഗ്രൂപ്പിസം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പോകെ പോകെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്നാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഒരു പക്ഷവാദങ്ങൾ കോൺഗ്രസിൽ നിലനിൽക്കുന്നില്ലേ? ഒരു കെ സുധാകരൻ പക്ഷമുണ്ട്, അതേപോലെ തന്നെ KC വേണുഗോപാൽ പക്ഷം, VD സതീശൻ പക്ഷം. അത്തരത്തിലുള്ള ഒരു ചേരിതിരിവ് കോൺഗ്രസിൽ പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ അങ്ങനെ കാണുന്നത് അതിന് ശരിയല്ല. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ കൂട്ടായ പരിശ്രമമാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ KPCC പ്രസിഡൻറ്റിൻ്റെയും, അതുപോലെ ഈ ഇന്ത്യയിലെ കോൺഗ്രസ് നയിക്കുന്ന നേതാക്കന്മാരുടെ എല്ലാവരുടെയും പിന്തുണ. ഇപ്പം
കേരളത്തിലെ ഇന്നത്തെ കാലത്ത് കോൺഗ്രസ് നയിക്കുന്ന നേതാക്കന്മാർ ഒരുമിച്ചാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത്. പ്രധാനപ്പെട്ട നേതാവാണ് കേരളത്തിലെ KC വേണുഗോപാൽ. അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിനിധിയായി ഇത് രാജ്യത്തെ പാർട്ടിയെ നയിക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാവാണ്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ KPCC പ്രസിഡന്റാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, ഇവർ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായാണ് ഇത്തരം തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അവർ മാത്രമല്ല, എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നത്. താങ്കൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്നതിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം എങ്കിലും താങ്കൾക്ക് കേൾക്കാൻ കഴിയില്ല. എല്ലാവരും കൂട്ടായിട്ടാണ്. അതെന്ന് വെച്ചാൽ ഹൈക്കമാൻഡിൻ്റെ കർശനമായ നിരീക്ഷണവും ശക്തമായ നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഓരോ തീരുമാനത്തിൻ്റെയും പിന്നിലുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും ഒറ്റ മനസ്സോടുകൂടി അതിന് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പിന്നെ ഓരോ നേതാക്കന്മാർക്കും ഓരോ ശൈലിയാണ്. ചില കാര്യങ്ങൾ നന്നായി ചെയ്യും, അവർ പക്ഷേ അത് പുറത്ത് പറയില്ല, ഞാൻ ചെയ്തെന്ന് പറയില്ല. ചിലർ പറയുകയും ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓരോ നേതാക്കന്മാർക്കും ഓരോ ശൈലിയാണ്. എല്ലാ ശൈലികളെയും ഉൾക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഐക്യം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നേതാവ് ശരിയാണ്, ഒരു നേതാവ് തെറ്റാണ്, ഒരു നേതാവിൻ്റെ നേട്ടമാണ്, മറ്റൊരു നേതാവിൻ്റെ കോട്ടമാണ് എന്ന് വിവക്ഷിക്കുന്നതിൽ ഒരു സത്യവുമില്ല, ഒരു കാര്യവുമില്ല. പിന്നെ ഒരു പുതിയ കുറേ ആൾക്കാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം അങ്ങനെയൊന്നും കോൺഗ്രസിൽ ഇതുവരെ പ്രകടമല്ല. അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാക്കാനും കഴിയില്ല കേരളത്തിലെ കോൺഗ്രസ്. മറ്റൊരു ആരോപണം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ, കോൺഗ്രസിനുള്ളിൽ ഗ്രാസ് റൂട്ടിൽ പണിയെടുക്കുന്ന ആരും മുൻനിരയിലേക്ക് എത്തുന്നില്ല. പക്ഷെ അതേസമയം പെട്ടെന്ന് വന്ന് ഒരു ഒച്ചപ്പാടോ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ, അതായത് പ്രത്യേകിച്ചും യുവാക്കൾ മുൻനിരയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. എന്താണ് ആ ആരോപണത്തിന് എന്താണ് പ്രസക്തിയുള്ളത്? സത്യത്തിൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടി, താങ്കൾ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം യുവാക്കളായിട്ടുള്ള ആൾക്കാർ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് വളർന്നു വരുന്നവരും പെട്ടെന്ന് ലീഡർഷിപ്പിലേക്ക് വരുന്നവരും രണ്ട് തരത്തിൽ നേതാക്കന്മാരുണ്ട്. ഇവർ രണ്ടുപേരും പാർട്ടിക്ക് അനിവാര്യമാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരം ലഭിക്കുന്ന നേതാക്കന്മാർ പാർട്ടിയുടെ മുഖങ്ങൾ തന്നെയാണ്. പക്ഷെ അവർ മാത്രമാകരുത്. പാർട്ടിക്ക് വേണ്ടി KSU, യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച് ജനസമ്മതിയുള്ള ഗ്രാസ് റൂട്ട് കണക്ടിവിറ്റിയുള്ള നേതാക്കന്മാരെ കൂടി പാർട്ടി പരിഗണിക്കണം, തീർച്ചയായിട്ടും പരിഗണിക്കണം. താങ്കളുടെ ആ അഭിപ്രായത്തോടെ 100% യോജിക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ കോൺഗ്രസ് ഉള്ളൂ. ഇപ്പോൾ സമൂഹത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സമൂഹ മാധ്യമത്തിലെ നേതാക്കന്മാരുടെ സ്വാധീനം, പ്രവർത്തനം, അത് മാത്രം കണ്ട് പാർട്ടി മുൻപോട്ട് പോയാൽ അത് പാർട്ടിക്ക് ഗുണമുണ്ടാകില്ല. പ്രാദേശിക തലത്തിൽ, ഗ്രാമതലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കഴിയണമെങ്കിൽ കോൺഗ്രസിൻ്റെ അത്തരം കരുത്തരായ യുവ നേതാക്കന്മാരെ കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് കൂടി അവസരങ്ങൾ കൊടുത്താൽ അത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയേ ഉണ്ടാവുള്ളൂ.